ലോകത്തിന്റെ പല കോണുകളിലും ചൈന കാലങ്ങളായി കെട്ടിപ്പടുത്തിരുന്ന സാമ്പത്തിക കുത്തകകളെ ഇന്ത്യ ഓരോന്നായി പൊളിച്ചെടുക്കുകയാണ്. അമേരിക്കയും കാനഡയും തമ്മിൽ വ്യാപാര യുദ്ധം ആരംഭിക്കുകയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ അതിവിദഗ്ധമായ ഒരു സാമ്പത്തിക നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ചൈനയുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നായ ലാറ്റിൻ അമേരിക്കയിലേക്ക് നേരിട്ട് കടന്നു കയറാൻ ഒരുങ്ങുകയാണ് ഭാരതം. അർജന്റീന, ബ്രസീൽ, ചിലെ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കി ചൈനയെ ആ പ്രദേശത്ത് നിന്ന് തുരത്താനുള്ള ഇന്ത്യയുടെ ഈ പുതിയ മാസ്റ്റർ പ്ലാനിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ചൈനയോടുള്ള അമിതമായ ആശ്രയത്വം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ശക്തമായ ബദലായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ കടന്നു ചെല്ലുന്നത്. ഇതിന്റെ ഭാഗമായി ചിലെ, ബ്രസീൽ, അർജന്റീന, യുറുഗ്വായ്, പാരഗ്വായ് എന്നീ രാജ്യങ്ങളുമായി കൂടുതൽ വിപുലമായ സ്വതന്ത്ര വ്യാപാര കരാറുകൾ നേടിയെടുക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. ചിലയുമായി 2006 മുതൽ ഇന്ത്യക്കുള്ള മുൻഗണനാ വ്യാപാര കരാർ വിപുലീകരിച്ച് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറായി മാറ്റാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഭാവിയിലെ സാങ്കേതിക വിദ്യകൾക്ക് ഏറ്റവും ആവശ്യമായ ലിഥിയം പോലുള്ള അപൂർവ ധാതുക്കൾ ചിലയിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള കരാറും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. ഇതോടെ ഈ മേഖലയിലെ ചൈനയുടെ കുത്തക തകരും. അർജന്റീന, ബ്രസീൽ, യുറുഗ്വായ്, പാരഗ്വായ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മെർക്കോസൂർ കൂട്ടായ്മയുമായി 2009 മുതൽ നിലവിലുള്ള വ്യാപാര കരാർ വിപുലമാക്കാനും ഇന്ത്യ ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനായുള്ള സുപ്രധാന ചർച്ചകൾക്കായി ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് അഗർവാൾ ഈ ആഴ്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അർജന്റീനയും ബ്രസീലും ചിലെയുമായി ഇന്ത്യക്ക് നിലവിൽ വലിയ ഉഭയകക്ഷി വ്യാപാരം ഉണ്ടെങ്കിലും അതൊക്കെ കൂടുതലും ഇറക്കുമതിയാണ്. ഈ വ്യാപാര കമ്മി കുറച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ലാറ്റിൻ അമേരിക്കൻ വിപണിയിൽ കൂടുതൽ ഇടം നേടിക്കൊടുക്കുക എന്നതാണ് പുതിയ കരാറുകളിലൂടെ മോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ രാജ്യങ്ങളിലുള്ള വലിയ പ്രവാസി ഇന്ത്യൻ സമൂഹം ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും. ആഗോളതലത്തിൽ തങ്ങളുടെ വിപണികൾ ചുരുങ്ങുമ്പോൾ ചൈനയ്ക്ക് അത് വലിയ തിരിച്ചടിയാകും. എന്നാൽ കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് കരുക്കൾ നീക്കുന്നതിലൂടെ ഇന്ത്യ തങ്ങളുടെ സാമ്പത്തിക ആധിപത്യം ഉറപ്പിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ചൈനയെ കൈവിട്ട് ഇന്ത്യക്കൊപ്പം നിൽക്കുമ്പോൾ അത് കേവലം ഒരു വ്യാപാര കരാർ എന്നതിലുപരി വലിയൊരു ഭൗമരാഷ്ട്രീയ വിജയം കൂടിയായി മാറുന്നു.